ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പേര് പോലെ തന്നെ നല്ല പഞ്ഞി പോലുള്ളതും സോഫ്റ്റായിട്ടുമുള്ള പഞ്ഞിയപ്പം തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനാ നേരെ വീഡിയോയിലേക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർത്ത 3 ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1/4 കപ്പ് അളവിൽ വരുന്ന തേങ്ങ ചിരകിയതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 59 ml കപ്പിന് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോവാനോ ഒരുപാടങ്ങ് ഹാർഡായി പോവാനോ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ പൗഡേർഡ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിലുള്ള ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യത്തെ തവണ മാവ് ഒഴിച്ച അതേ പാത്രത്തിലേക്കാണ് രണ്ടാമത്തെ മാവ് ഒഴിച്ചത്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അത്രയും നേരം വെച്ചെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് നമ്മുടെ അപ്പം സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പം തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. നിങ്ങൾക്ക് ഇതിനു പകരം ദോശക്കല്ലിൽ മാവ് കനം കുറച്ചൊഴിച്ചതിന് ശേഷം 2 സൈഡും ചുട്ടെടുക്കാവുന്നതാണ്. ഈ പഞ്ഞിയപ്പത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ വായിലിട്ടാൽ അരിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഓരോ മോൾഡിലേക്കും ഞാനിതേപോലെ മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഞ്ഞിയപ്പം ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ കറിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കറിയുടെ കൂടെ വേണേലും ഇത് കഴിക്കാം. മാത്രമല്ല നിങ്ങൾക്കിത് കറി ഇല്ലാതെയാണെങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് തണുപ്പ് മാറിക്കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ രുചിയൂറുന്ന മറ്റൊരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.